ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1688. 1688. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ഗ്ലോറിയസ് റവല്യൂഷൻ. എന്താണ്? ഗ്ലോറിയസ് റവല്യൂഷൻ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവ സമയത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ. ജെയിംസ് രണ്ടാമൻ. മഹത്തായ വിപ്ലവത്തിനു ശേഷം ഇംഗ്ലണ്ടിലെ സിംഹാസനത്തിൽ അവരോധിതരായവർ ആരായിരുന്നു? വില്യം ഓഫ് ഓറഞ്ച്, മേരി രണ്ടാമൻ. വില്യം രണ്ടാമനും മേരി രണ്ടാമനും. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ വില്യം ഓഫ് ഓറഞ്ച് ഏത് രാജ്യത്തിൽ നിന്നാണ് വന്നത്? നെതർലാൻഡ്, അതായത് ഹോളണ്ട്. നെതർലാൻഡ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൽ ജെയിംസ് രണ്ടാമൻ്റെ ഭരണത്തെ നിരാകരിക്കുവാനുള്ള പ്രധാന കാരണമെന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കത്തോലിക്ക ആനുകാലിക നയങ്ങൾ. മഹത്തായ വിപ്ലവത്തെ രക്തരഹിത വിപ്ലവം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ഒരു യുദ്ധമോ സംഘർഷമോ ഇല്ലാതെ സമാധാനപരമായി അധികാര കൈമാറ്റം നടത്തിയതിനാൽ. 1689 ഇംഗ്ലീഷ് പാർലമെന്റ് പാസാക്കിയ പ്രധാന പ്രമേയം എന്താണ്? ബിൽ ഓഫ് റൈറ്റ്സ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനു ശേഷം രാജാവിൻ്റെ അധികാരത്തിൽ വന്ന പ്രധാന മാറ്റം എന്തായിരുന്നു? രാജാവിന് പാർലമെന്റിന് മേൽ പരമാധികാരം ഇല്ലാതായി. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനു ശേഷം ജെയിംസ് രണ്ടാമന് എന്തു സംഭവിച്ചു? ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനു ശേഷം ജെയിംസ് രണ്ടാമൻ എവിടെയാണ് അഭയം തേടിയത്? ഫ്രാൻസ്. മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിലെ ഏത് ഭരണവ്യവസ്ഥയുടെ അവസാനമായി കണക്കാക്കപ്പെടുന്നു? നിരങ്കുശ രാജവാഴ്ച. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അവസാനിപ്പിച്ച കൊടുങ്കൽ ഭരണ സമ്പ്രദായത്തിൻ്റെ പേര് എന്താണ്? ദൈവദത്ത അവകാശ സിദ്ധാന്തം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ജനങ്ങൾക്ക് നൽകിയ പ്രധാന സ്വാതന്ത്ര്യം എന്തായിരുന്നു? മതസ്വാതന്ത്ര്യം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനു ശേഷം അധികാരത്തിൽ വന്ന ഭരണകൂടത്തിൻ്റെ രൂപം എന്തായിരുന്നു? പരിമിത രാജവാഴ്ച. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനു ശേഷം ബ്രിട്ടനിലെ ആധുനിക ഭരണഘടനയുടെ അടിസ്ഥാനമായ പ്രമാണം എന്തായിരുന്നു? ബിൽ ഓഫ് റൈറ്റ്സ്. 1689. ജെയിംസ് രണ്ടാമൻ കത്തോലിക്ക ആനുകാലിക നയങ്ങൾ നടപ്പിലാക്കാൻ പുറപ്പെടുവിച്ച പ്രഖ്യാപനം എന്താണ്? ഡിക്ലറേഷൻ ഓഫ് ഇൻജങ്ഷൻ. ജെയിംസ് രണ്ടാമനെ എതിർത്ത 7 പ്രമുഖ പ്രൊട്ടസ്റ്റ് നേതാക്കൾ എന്തായി അറിയപ്പെടുന്നു? ഇമ്മോർട്ടൽ 7. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന വാക്കിൽ മഹത്തായ എന്ന പദം ഉപയോഗിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു? രക്തച്ചൊരിച്ചിൽ ഇല്ലാത്ത വിപ്ലവം വിജയിച്ചതിനാൽ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനു ശേഷം ഇംഗ്ലണ്ട് ശക്തമായ സ്ഥാനം എന്തായിരുന്നു? പാർലമെന്റ്.